അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കസ്തൂരി മഞ്ഞൾ വെച്ചൊരു സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ഞാൻ വെച്ച് സോപ്പ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം എന്താ അതിൻ്റെ ഇതാണ് ഞാൻ എടുക്കുന്നത്. ഉണ്ടോ, കസ്തൂരി പച്ച മഞ്ഞളാണ് ഞാൻ എടുക്കുന്നത്. ഒറിജിനൽ മഞ്ഞളാണിത്. അത് വെച്ച് നമുക്ക് ഒരു ഓർഡർ ഉണ്ട്, ഒരു 6 സോപ്പിന് ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞളും എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് വീതം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ നീര് മാത്രം മതി, വെള്ളമൊന്നും ഒഴിക്കണ്ട. നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു അരപ്പയിലിട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ദാ ഉണ്ടോ, ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ആ മഞ്ഞളൊന്ന് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാം. മഞ്ഞൾ വന്ന് അരച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിക്കേണ്ട ആവശ്യമില്ല, നല്ലോണം അരഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചിലപ്പോഴ് ചെറിയ ചെറിയ ഇത് വല്ലതും പീസ് വല്ലതും ഉണ്ടെങ്കിലോ ഇപ്പൊ സോപ്പ് ഒരു വൃത്തി കാണത്തില്ല. ഇല്ലൊന്ന് നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം. പച്ച മഞ്ഞളായതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല എഫക്റ്റുമാണ്, നല്ല ഇതാണ് കേട്ടോ. മുഖത്തിനൊക്കെ നല്ല വെളുക്കാനും എല്ലാത്തിനും നല്ലതാണ് ഈ മഞ്ഞൾ. നമ്മൾ ഉണക്കി പൊടിച്ച് എടുക്കുന്നത് പോലെ അല്ല, ഇതിന് നല്ല ഒരു എഫക്റ്റാണ്. ഇത്രയും എന്തായാലും ഉണ്ട്. ഉണ്ടോ, ഒന്നുകൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. രണ്ടും ഒന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഞാൻ 1 കിലോ സോപ്പ് ബേസിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇനി സോപ്പ് ബേസ് എടുക്കാം. 1 കിലോയുടെ സോപ്പ് ബേസാണ്, ക്ലസറിൻ സോപ്പ് ബേസ്. അത് ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. മെൽറ്റ് ചെയ്യാൻ വേണ്ടി അത് കട്ട് ചെയ്യാം. നമുക്ക് വേറെ ഓർഡർ വരുമ്പോൾ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ 1 കിലോയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ചെറിയ പീസായിട്ട് എടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഈ രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വാരാം. കുറച്ച് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. വെള്ളം തിളച്ചിടക്കുന്ന നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. മെഡിറ്റായി വരട്ടെ. സോപ്പ് പീസൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല മെൽറ്റായിട്ടുണ്ട്. പീസൊന്നുമില്ല. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന ആ ക്യാരറ്റും മഞ്ഞളും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നല്ല കുറച്ച് വയ്ക്കണം കേട്ടോ. തീ നല്ല ഓഫാക്കിയാലും കുഴപ്പമില്ല. ഞാൻ ഓഫാക്കിയാണ് ഇട്ടേക്കുന്നത്. നമുക്കിനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതാ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാമിന്റെ മോൾഡാണ് ഞാൻ ഒഴിക്കുന്നത്. 10 സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പതയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ചുച്ച പതയുണ്ട് ഇതിനകത്ത്, അത് നമുക്ക് കോരി ഒന്ന് മാറ്റാം. ഇനി നമുക്കൊരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി മോൾഡിൽ നിന്ന് ഇളക്കാം.
സോപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സോപ്പ്. സൂപ്പർ സോപ്പാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന്, ഞാൻ ഒരു കെമിക്കലാ ഒരു മണത്തിനാ ഒന്നും ചേർത്തിട്ടില്ല. ഈ കസ്തൂരി മഞ്ഞളിന്റെ മണം തന്നെ. നല്ല സൂപ്പർ സോപ്പ്. കണ്ട, ഒരു ഗോൾഡൻ കളറിലായിരിക്കുന്ന ഇത് അത്രയ്ക്ക് നല്ല സോപ്പ്. അതാ കണ്ട. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം. ഞാനിത് സോപ്പ് അയച്ചു തരുന്നതാണ്. അടിപൊളി സോപ്പാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ധൈര്യമായിട്ട് നമുക്ക് തേക്കാൻ പറ്റിയ സോപ്പാണ്. ഞാൻ ഒരു മണത്തിന് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് വയ്ക്കാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. താങ്ക് യു.